ദൈവനാമം ഔത്തപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കി പ്രാർത്ഥനയെപ്പറ്റിയും അതുപോലെ തന്നെ ദേവാലയത്തിൽ നടത്തുന്ന പ്രാർത്ഥനയുടെ ആവശ്യകതയെപ്പറ്റിയൊക്കെയാണ് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശലോമോൻ രാജാവ് ഒരു ദേവാലയം ആദ്യമായി പണിതതിന് ശേഷം 27-ാം വാക്യത്തിൽ പറയുന്നത്, ആ ദേവാലയത്തിൽ കർത്താവെ അങ്ങ് എങ്ങനെ വസിക്കും? സ്വർഗത്തിലും പോലും അങ്ങ് അടങ്ങുകയില്ലല്ലോ. എന്നിട്ട് ബലഹീനരായ ഞങ്ങളുടെ ഈ ദേവാലയത്തിലും ഞങ്ങളുടെ ഈ ഭൂമിയിലും അങ്ങ് എങ്ങനെ വരും എന്നുള്ള ആ താഴ്മ നിറഞ്ഞൊരു മനോഭാവവും പ്രാർത്ഥനയുമാണ്. 28-ാമത്തെ വാക്യത്തിൽ പറയുക, എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ, അടിയൻ ഇന്ന് കഴിക്കുന്ന ഈ പ്രാർത്ഥനയിലേക്ക് അങ്ങ് കടന്നു വന്ന് കരുണ ചൊരിയണമേ. കർത്താവിൽ പ്രിയരെ, അതുപോലെ ആയിരിക്കണം നമ്മുടെയും പ്രാർത്ഥന. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. 29 പറയുന്നു, അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് അങ്ങയുടെ നാമം ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്ത് അരുളണമേ. കർത്താവ് നമുക്ക് തന്ന ഒരു വാഗ്ദാനമാണ്, ഒരു വാഗ്ദത്തമാണ്. ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഏത് സമയത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ക്ഷമയാചിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളോട് ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിക്കും. 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ യാചന കേൾക്കണമേ. യാചന കേട്ട് അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കണം. താല്പര്യരെ, ഒരു പാപമോചന പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവം നമ്മളോട് ഇന്ന് അരുളി ചെയ്തു. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.